നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്ത് കേട്ടാലും, നിങ്ങൾ എന്ത് ആംഗ്യം കാണിച്ചാലും ഇതെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ കാണിക്കണം. ഇത്രയും നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ഞാനതാണ് ആലോചിക്കുന്നത്. പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ ഈ കുറെ ആൾക്കാർ ഓരോ കമന്റ് ബോക്സിലും വന്നിട്ട് മെഴുകുന്നുണ്ട്. എന്തിനാണ് ഈ അനുമോൾക്ക് വിഷമമാവത്തില്ലേ? അനുമോളെ അങ്ങനെ കള്ളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അനുമോളെ കള്ളി എന്ന് വിളിക്കുന്നതും മുടിയിൽ താഴോട്ടിറങ്ങി വരുന്നെന്ന് പറഞ്ഞത് അതൊക്കെ എവിടെ ഇരിക്കുന്നു? ഒരാളിനെ കള്ളി എന്ന് വിളിക്കുന്നത് അയാൾ കട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ അയാളെ കുറ്റം ചുമത്തി വിളിക്കുകയാണ്. ഇത് ഒരാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ തലയിൽ പേനുണ്ട്. അത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ്. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് എന്തിനാണ്? ഇവരെ തമ്മിലടിപ്പിക്കാൻ തന്നെ. ആദ്യം മനസ്സിലാക്കുക. ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുക. ബിഗ് ബോസ് എന്ന് പറയുന്ന പിന്നെ ഒരു ഷോയില് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്കിൽ കൃത്യമായ കാര്യം പറയണം. അവരാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മുഖത്ത് നോക്കി പറയാൻ കഴിയണം. അതാണ് നിലപാട്. നമുക്കൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കി നമുക്ക് അയാളെ ഇഷ്ടമല്ല, അല്ലെ നീ ചെയ്തത് തെറ്റാണ്, അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തെറ്റുകളുണ്ട്, അല്ലെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഞാൻ കണ്ടു, അത് ശരിയല്ല എന്ന് പറയുന്നതാണ് റിയൽ നിലപാട്. അതാണ് വ്യക്തിത്വം. അല്ലാണ്ട് അവിടെ മാറിയിരുന്ന് ഒളിച്ചിരുന്ന് പറയുന്നതും ഇപ്പുറത്തിരുന്ന് ചിരിക്കുന്നതും അല്ല. ഇവരെല്ലാം ഈ കണ്ടസ്റ്റന്റുകളെല്ലാം പല സ്ഥലത്തായിട്ടിരുന്ന് ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ല? അവര് വിചാരിക്കുന്ന ഇവരുടനെ സ്ത്രീ കാർഡ് ഇറക്കും, വിധവാ കാർഡ് എടുക്കും. ലോകത്താരും വിധവകളില്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവരെ ഭർത്താവ് മരിച്ചു പോയത് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആണ്. അവര് ഭർത്താവ് മരിച്ചപ്പം ഒരു ഷെഡിനകത്ത് ഒരു ചെറ്റ പോലുള്ള ഒരു പലക അടിച്ച ഒരു വീട്ടിൽ മറ്റുമാണ് താമസിച്ചിരുന്നത്. ഒരു ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവര് 4-5 വർഷം ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവരെ കൂടെ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഒരു വളരെ എന്തോ പറഞ്ഞ ഷീറ്റൊക്കെ ഇട്ട് ഒരു പലക അടിച്ച ഒരു വീടായിരുന്നു. അത് ഞാൻ എന്താ ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന അവർക്ക് അവരെ ഭർത്താവ് മരിക്കുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല പറയാം. ഭർത്താവ് മരിച്ചപ്പോൾ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും വന്നു. അവർക്ക് വീടുണ്ടായി. അവരുടെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും. അവർക്ക് ഫ്രിഡ്ജ്, വീട്ടിനകത്ത് വീട് മാത്രമല്ല കൊടുത്തേ, കട്ടില്, ബെഡ്, ബെഡ്ഷീറ്റ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സകലം. വെള്ളം കുടിക്കാനായിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ വരെ, വാട്ടർ പ്യൂരിഫയർ വരെയാണ് അവര് ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഡൈനിങ് ടേബിൾ, ഇതൊക്കെ നമ്മളൊരു വീട് വെച്ച് വാങ്ങിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കടം വാങ്ങണം. അപ്പൊ ഇതെല്ലാം അവർ കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. പിന്നീട് പോയിട്ട് എന്താ ചെയ്യേണ്ടത്? പിന്നീട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസ്ഥയുണ്ട്. പിന്നെ നമുക്ക് ചോറുണ്ടാ മതി, നമുക്ക് ഈ ഫുഡ് കഴിച്ചാൽ മതി. ഈ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ജോലി ചെയ്യുന്നതിന് പാട്? അഭിനയിക്കാൻ അറിയെങ്കിൽ അഭിനയിക്കണം. റീൽസോ ഷോർട്ട് ഫിലിമോ സീരിയലോ എന്തുവാണെങ്കിലും കിട്ടുന്ന നാടകമോ കിട്ടുന്നതനുസരിച്ച് അഭിനയിച്ച് ജീവിച്ചൂടെ? അതിന് ആരാണ് ഇവിടെ തെറ്റ് പറയുന്നത്? ഈ കൊടുത്തവരെ ആൾക്കാരെ മോശമായിട്ട് പരാമർശിച്ചത് കൊണ്ടും അതിൽ കിട്ടിയവരെ ചീത്ത വിളിച്ചത് കൊണ്ടും നന്ദിയില്ലായ്മ കാണിച്ചത് കൊണ്ടും അല്ലേ ആൾക്കാർ പറയുന്നത്. പിന്നെ പലരും പറഞ്ഞു കാണും, പല ആൾക്കാർക്കും പല ആറ്റിറ്റ്യൂഡാണ്. കൊല്ലം സുധി ഉണ്ടായിരുന്ന